ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ബിരിയാണി റെസിപ്പി ആയിട്ടാണ്. നമ്മൾ പല വെറൈറ്റി ബിരിയാണി ഉണ്ടാക്കാറുണ്ടല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് നല്ല സിമ്പിളായിട്ട് എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന കേരള സ്റ്റൈൽ ചിക്കൻ ദം ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിനി റെസിപ്പിയിലേക്ക് കടക്കാൻ. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആദ്യം കുറച്ച് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റും പെർഫെക്റ്റ് ആയിട്ടുള്ള ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ആദ്യം ചെയ്യുന്നത് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുകയാണ്. ഇവിടെ ഞാൻ ഫ്രൈ ചെയ്തിട്ടാണ് മസാല ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. ഇത് 1 കിലോ ചിക്കൻ ഉണ്ട്, മീഡിയം സൈസായിട്ട് കട്ട് ചെയ്തെടുത്താണ്. ഇതിലേക്ക് ഞാൻ 2.5 ടീസ്പൂണ് സാദാ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂണ് ഗരം മസാല, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂണ് അധികം പുളിയില്ലാത്ത തൈരാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുറച്ച് പുളി ഇല്ലതാണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ മതിയാവും. പിന്നെ നമുക്ക് ഒന്ന് ചിക്കൻ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കണം. ഞാനിവിടെ ഒരു മീഡിയം സൈസിലെ ലെമണാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കുരുവില്ലാത്ത ജ്യൂസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഈ ചിക്കനിലൊന്ന് തിരുമ്മി പിടിപ്പിക്കണം. അപ്പോൾ ഈ മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിച്ച് വരാൻ വേണ്ടിയിട്ട് നമുക്കിത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഞാനിവിടെ ഒരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. അടുത്തതായിട്ട് ചെയ്ത് വെക്കേണ്ടത് നമുക്ക് ഇതിലേക്ക് വേണ്ട റൈസ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ലോങ് ആയിട്ടുള്ള ബസ്മതി റൈസാണ്. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ 4 ഗ്ലാസ് അരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 1 കിലോ ഫുള്ളായിട്ടില്ല, കുറച്ച് കുറവുണ്ട്, 1 കിലോന് കുറച്ച് കുറവുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി എടുത്തതാണ്. ഇത് നമുക്കിനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് സോക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അരി സോക്ക് ചെയ്യുന്നതിനെക്കാട്ടി മുൻപായിട്ട് നമ്മൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം വേണം സോക്ക് ചെയ്ത് വെക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ അരി സോക്കായിട്ട് പിന്നെ നമ്മൾ കഴുകുമ്പോൾ അരി പൊഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അറ്റ്ലീസ്റ്റ് ഒരു 30 മിനിറ്റെങ്കിലും നമുക്കിത് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോഴാണ് റൈസ് കുക്കായിട്ട് വരുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അളവ് നിങ്ങൾ എരിവിനനുസരിച്ച് എടുത്താൽ മതി. അതുപോലെ തന്നെ 10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. മീഡിയം സൈസിലുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചതക്കിയെടുക്കാം. പിന്നെ ഇതിലേക്ക് ബിസ്തക്ക് വേണ്ടിയിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ബിസ്ത യൂസ് ചെയ്യണത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1.5 സവാള നല്ല നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 5 മീഡിയം സൈസുള്ള സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയ സവാള ആണെങ്കിൽ 4 എണ്ണം മതിയാവും. ഇതിപ്പോൾ ഞാനൊരു മീഡിയം സൈസുള്ളതാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നന്നായിട്ട് ഫൈനായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം. അപ്പോഴാണ് പെട്ടെന്ന് മസാല വാടി കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ 3 മീഡിയം സൈസുള്ള നല്ല പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി എടുക്കുമ്പോൾ എപ്പോഴും നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കാൻ നോക്കുക. അപ്പോഴാണ് നമുക്ക് മസാലയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. തക്കാളിയും ഇതുപോലെ തന്നെ നല്ല ഫൈനായിട്ട് തന്നെ കട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മൾ ആദ്യം ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ചെയ്ത് വെക്കേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഇതിലേക്ക് വേണ്ട ബിസ്ത തയ്യാറാക്കണം. അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു പാന് ഞാൻ മസാല ഉണ്ടാക്കാനും ചിക്കൻ ഫ്രൈ ചെയ്യാനും ഒക്കത്തിനും ഈ ഒരു പാൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബിസ്ത ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ച് ഓയിൽ കൂടുതൽ ഒഴിച്ചാലേ കറക്റ്റായിട്ട് അത് ഫ്രൈ ആയിട്ട് വരുള്ളൂ. അപ്പോൾ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ നല്ല തിന്നായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു നുള്ളു ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടും. ഞാനിവിടെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഗോൾഡൻ ബ്രൗൺ ആവാൻ തുടങ്ങുമ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്ത് മാറ്റാം. ഇപ്പോൾ നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഈ ഗോൾഡൻ കളർ ആവാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഇതിൽ നിന്ന് എടുത്ത് മാറ്റണം. അല്ലാന്നുണ്ടെങ്കിൽ ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ കളർ കുറച്ചും കൂടെ കൂടും. അപ്പോൾ ഇത് നമുക്ക് എടുത്ത് മാറ്റാം. അപ്പോൾ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കാഷ്യൂം അതുപോലെ തന്നെ കുറച്ച് കിസ്മിസും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും അരിഞ്ഞിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മുകളിലേക്ക് കുറച്ച് ഒരു 1/2 ടീസ്പൂണ് ഷുഗറും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇത് നമുക്ക് ഇനി ദം ചെയ്യുന്ന സമയത്ത് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ബിസ്ത ഉണ്ടാക്കിയ ആ ഓയിലിൽ തന്നെയാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ചിക്കൻ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 1/4 വേവായി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ ഞാനൊരു ഭാഗം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട പ്രാവശ്യം തന്നെ നമ്മൾ ഇളക്കി കൊടുക്കരുത്. അപ്പോൾ ആ ഓയിലിൽ ഇതിൻ്റെ മസാല ഒക്കെ പോവും. അപ്പോൾ അതുകൊണ്ട് ഒരു ഭാഗം ആയതിന് ശേഷം മാത്രം മറിച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് വെജിറ്റബിൾ ഓയിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിൽ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ സാധാ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ചിക്കൻ്റെ ഒരു ഭാഗം ആയിട്ടുണ്ട്. ഇനി മറ്റേ ഭാഗം കൂടെ ഒന്ന് മറിച്ചിട്ടിട്ട് ആ ഭാഗം കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഡീപ്പായിട്ട് ഫ്രൈ ആവാതെ ശ്രദ്ധിക്കുക. അതെങ്കിലേ നമ്മുടെ മസാല ഒക്കെ കറക്റ്റായിട്ട് ചിക്കനിൽ പിടിക്കുള്ളൂ. ഇപ്പോൾ 2 സൈഡും ആവശ്യത്തിന്
വേവായി വന്നിട്ടുണ്ട്. നമുക്കിത് ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇതുപോലെ എല്ലാ പീസും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ചിക്കനൊക്കെ ഫുള്ളായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഓയിൽ തന്നെയാണ് മസാല ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കത് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ വേറെ ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഓയിൽ ചൂടാറാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇത് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൽ ചിക്കൻ ഫ്രൈ ചെയ്ത ആ ഒരു കക്കനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതുപോലെ കൂടുതൽ ഓയിൽ ഉണ്ടായിരുന്നു, അതും മാറ്റിയിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഓയിൽ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് 2 ടീസ്പൂണ് ഗീ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഗീ ഒഴിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ചതക്കി വെച്ചിട്ടുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചില്ലി പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ല പച്ചമണം മാറുന്ന പോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ കറക്റ്റായിട്ട് ആ ഒരു പച്ചമണം മാറിയാലാണ് നമ്മൾ മസാല നല്ല ടേസ്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തിന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്തി കൊടുക്കാം. അപ്പോൾ സവാള കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നല്ല തിന്നായിട്ട് തന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ സവാള വഴഞ്ഞ് കിട്ടുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമ്മളെ മസാലയിൽ നമുക്ക് ഉള്ളിയൊന്നും എടുത്ത് കളയാനൊന്നും ഉണ്ടാവില്ല. നന്നായിട്ട് മസാലയിൽ അരിഞ്ഞ് ചേരും നല്ല തിന്നായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇത് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്ത് പെട്ടെന്ന് വഴണ്ട് കിട്ടും. ഇപ്പോൾ നന്നായിട്ട് ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഈ ഒരു കളർ ആവണം. ഈ ഒരു സമയത്ത് നമ്മൾ ബാക്കിയുള്ളത് ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ മസാല കറക്റ്റായിട്ട് വരില്ല. ഇപ്പോൾ നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മളെ എരിവിനനുസരിച്ചിട്ട് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ പെപ്പർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിതിൽ ഇനി മുളക് പൊടിയൊന്നും യൂസ് ചെയ്യണില്ല. അപ്പോൾ അതുകൊണ്ട് 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1.5 ടീസ്പൂണ് ഗരം മസാല. പിന്നെ ഞാനിതിലേക്ക് ആഡ് ചെയ്യാൻ പോണത് ബിരിയാണി മസാലയാണ്. അത് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്തി കൊടുത്താൽ മതി. 2 ടീസ്പൂണ് ബിരിയാണി മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിർബന്ധമൊന്നുമില്ല, ഇട്ട് കൊടുത്താൽ ഒരു നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. ഇനി നമുക്ക് ഈ മസാലയൊക്കെ ഇതിൻ്റെ ഒരു റോസ് സ്മെല്ല് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിലായിരിക്കണം എപ്പോഴും, അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ അത് നല്ല സ്മെല്ല് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂണ് അധികം പുളിയില്ലാത്ത തൈര് ചേർത്തി കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. തൈരൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർത്തി കൊടുക്കാം. അപ്പോൾ തക്കാളി എടുക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. തക്കാളി ഒന്ന് പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് നമുക്കിവിടെ 1/4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിതിൽ ചേർത്തിട്ടുള്ള ആ ഒരു പൊടികളുടെ ഫ്ലേവറൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമ്മളിതിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ട് ആവശ്യത്തിൻ്റെ ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാഷ്യൂ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 10 കാഷ്യൂ എടുത്തിട്ടുണ്ട്. അതൊന്ന് വെള്ളത്തിൽ കുതിർത്തിയെടുത്തതാണ്. എന്നിട്ട് മിക്സിയിൽ നല്ല പേസ്റ്റാക്കി എടുത്തതാണ്. ഈ ഒരു പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു പേസ്റ്റ് ഇതിലേക്ക് വരുമ്പോൾ നല്ല റിച്ച് ആവും നമ്മളെ മസാല. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം. ചിക്കനൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളെ ഫ്ലേവറിനനുസരിച്ചിട്ട് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ കൂടുതലായിട്ട് മല്ലിയിലയാണ് ചേർത്തിട്ടുള്ളത്. പുതിനയില കുറവായിട്ടാണ് ചേർത്തി കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ അളവൊക്കെ നിങ്ങളെ ഫ്ലേവറിനനുസരിച്ചിട്ട് കൂടുകയും കുറയുകയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് അടച്ചു വെച്ചിട്ട് നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ചിക്കനിൽ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കണം. അപ്പോൾ അതുവരെ നമുക്ക് നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത്, അല്ലാന്നുണ്ടെങ്കിൽ അടി പിടിക്കും. നമ്മൾ ഈ ഒരു മസാലയുടെ ടേസ്റ്റൊക്കെ പോകും. ഇനി ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട റൈസ് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ വറ്റിച്ചിട്ടല്ല റൈസ് വേവിക്കുന്നത്, ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ വെള്ളം നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. വെള്ളം നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് പെരിഞ്ജീരകം, 1 ബേ ലീഫ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയൊരു കഷ്ണം പട്ട ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 10 കുരുമുളക്, 5 ഗ്രാമ്പു, 5 ഏലക്ക, പിന്നെ ആ സ്റ്റാർ പോലത്തെ ഒന്നും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഈ വെള്ളത്തിൽ കിടന്ന് തിളക്കട്ടെ. ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് വെള്ളത്തിൽ ഇറങ്ങി വരട്ടെ. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് ഈ സ്പൈസസിൻ്റെ ഫ്ലേവറൊക്കെ ഈ വെള്ളത്തിൽ നന്നായിട്ട് ഇറങ്ങി വന്ന് നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കാം. ഈ റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഞാൻ നേരത്തെ ഇവിടെ മസാലയ്ക്ക് വേണ്ടി അരച്ചത് 1 ടീസ്പൂൺ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ റൈസിന് നല്ലൊരു ഫ്ലേവറായിരിക്കും.
അപ്പോൾ നിങ്ങൾ മസാലയ്ക്ക് അരക്കുമ്പോൾ 1 ടീസ്പൂൺ ഒന്ന് മാറ്റി വെച്ചാൽ മതി. എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഇടണം. തിളച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂണ് ഗീ അല്ലെങ്കിൽ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ റൈസ് ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും. ഇനി നമുക്ക് ഈ റൈസ് വേവിക്കേണ്ട അളവെന്ന് പറയുന്നത് ഒരു 3/4 വേവ് മതി. അധികം ഇട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. നമ്മളിവിടെ റൈസ് സോക്ക് ചെയ്തിട്ടാണ് ഇവിടെ വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് വരാൻ സാധ്യതയുണ്ട്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ റൈസ് വെന്ത് വന്നിട്ടുണ്ട്. ഒരു 80% വെന്ത് വന്നിട്ടുണ്ട്. ബാക്കി വേവ് ദമ്മിൽ കിടന്ന് വെന്തോളും. അപ്പോൾ അത് വേവ് ആയിക്കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് വെള്ളം പോകാനായിട്ട് വെക്കാം. അപ്പോൾ ദം ചെയ്യാനായിട്ട് ഞാൻ അടി കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വീതിയൊക്കെ ഉള്ള പാത്രമാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ദമ്മായിട്ട് വരും. അപ്പോൾ നമുക്കിതിലേക്ക് അടിയിൽ കുറച്ച് ഗീ ഒഴിച്ചു കൊടുക്കാം. ഈ ഗീ എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ആയതിനു ശേഷം നമ്മൾ റൈസ് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ റൈസ് നമ്മൾ എപ്പോഴും ദം ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു നനവും അതുപോലെ തന്നെ നല്ല ചൂടും ഉണ്ടാവണം. നമ്മൾ ഊറ്റാൻ വെക്കുമ്പോൾ തന്നെ ഈ ദം ചെയ്യാനും തുടങ്ങാം. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ റൈസ് നല്ല ചൂടായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ വെള്ളമൊന്നും ഫുള്ളായിട്ട് പോയിട്ടില്ല. ആ ഒരു സമയത്താണ് നമ്മൾ ദം ചെയ്യേണ്ടത്. അപ്പോൾ റൈസ് ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അധികമായിട്ടില്ല, ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാല, ചിക്കൻ്റെ മസാല കുറച്ചിട്ട് കൊടുക്കാം. ഞാൻ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കണില്ല. ഹാഫ് മസാല ഞാൻ ഇപ്പോൾ ഇതിൽ ഇട്ട് കൊടുത്തിട്ടുള്ള ഹാഫ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ മസാല ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് തിക്കായിട്ട് തന്നെ ഒരു ലെയറിൽ റൈസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് ലെയറിൽ കുറച്ച് നല്ല തിന്നായിട്ടാണ് റൈസ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇടുന്നത് കുറച്ച് തിക്കായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. ഒരു ഹാഫ് റൈസ് തന്നെ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഹാഫ് പോർഷൻ മാറ്റി വെക്കാം. അപ്പോൾ റൈസ് ഹാഫ് പോർഷൻ ഒന്ന് ഫില്ലാക്കിയതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗീ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഉള്ളിയും മല്ലിയിലൊക്കെ ആ ഒരു മിക്സും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അധികമായിട്ട് ഇട്ട് കൊടുക്കണ്ട, ബാക്കി നമുക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കുറച്ച് ഇട്ട് കൊടുക്കുക. കുറച്ച് ഗരം മസാല ഇട്ടതിന് ശേഷം നമുക്ക് വീണ്ടും ഇതിൻ്റെ മുകളിൽ മസാല ലെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഫുള്ള് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫുള്ള് മസാല ഇട്ട് കൊടുത്തതിന് ശേഷം ബാക്കി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള റൈസ് ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് ഗീ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലയും പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബിസ്റ്റയുടെ ആ ഒരു മിക്സും കൂടെ ഇട്ടിട്ട് നമുക്കിത് ലെയർ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഫുള്ളായിട്ട് റൈസും മസാല ഇട്ടിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് നല്ല ടൈറ്റായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് മൂടി വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫോയിൽ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ സൈഡ് ഒന്ന് മൈദമാവ് വെച്ചിട്ട് ഒട്ടിച്ചാൽ മതി. അപ്പോൾ ഞാനത് 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ദം ചെയ്തെടുക്കുന്നത്. ഈ ഒരു മൂടിയുടെ മേലെ ഞാൻ ഒരു വെയിറ്റും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് 20 മിനിറ്റ് ദം ചെയ്യാനായിട്ട് വെക്കാം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളെ പാന് അധികം കട്ടിയില്ലാത്തതാണെന്നുണ്ടെങ്കിൽ അടിയിൽ എന്തെങ്കിലും ഒരു തവ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ മാത്രം വെച്ചിട്ട് ദം ചെയ്തെടുത്താൽ മതി, അല്ലെങ്കിൽ അടി കരിഞ്ഞു പോകും. അപ്പോൾ നമുക്കൊരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് സൈഡിൽ നിന്നൊക്കെ ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പാത്രത്തിനനുസരിച്ചിട്ട് എടുക്കും കുക്കിംഗ് ടൈം. എനിക്കിവിടെ ഒരു 20 മിനിറ്റാണ് എടുത്തിട്ടുള്ളത്. സൈഡിൽ നിന്ന് ആവി വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ഫ്ലെയിം ഓഫാക്കുക. നല്ലൊരു മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളിത് പെട്ടെന്ന് തന്നെ പോയിട്ട് ഓപ്പൺ ആക്കരുത്. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മളിത് സെർവ് ചെയ്യുക. പെട്ടെന്ന് തന്നെ നമ്മളിത് തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവറൊക്കെ പോകും. അപ്പോൾ അതുകൊണ്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രം നമ്മൾ സെർവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്നു നോക്കാം. ഫോയിൽ പേപ്പറും തുറക്കുമ്പോൾ ശ്രദ്ധിക്കണം, പെട്ടെന്ന് ആവി എടുക്കും കൈമൊക്കെ, അത് ശ്രദ്ധിച്ചിട്ട് തുറക്കുക. ഇപ്പോൾ നല്ല മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ റൈസൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേരള സ്റ്റൈൽ ചിക്കൻ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. മുകളിൽ നമുക്ക് കുറച്ച് മല്ലിയിലൊക്കെ ഇട്ടിട്ട് ഗാർണിഷ് ചെയ്യാം. കൂടെ ചമ്മന്തിയും അതുപോലെ തന്നെ റൈത്തൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ കമൻസിലൂടെ അറിയിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക്